മഹാരാജ ബിസിനസ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അതായത് കരാറുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പരിഹാരങ്ങളാണ് ഉള്ളത് എന്നാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 73 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, 1872 ഇന്ത്യൻ കരാർ നിയമത്തിൻ്റെ സെക്ഷൻ 73 പ്രകാരം when a contract has been broken, എപ്പോഴെങ്കിലും ഒരു കരാർ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ദ പാർട്ടി ഹൂ സഫർ ബൈ സച്ച് ബ്രീച്ച്, അത്തരത്തിലുള്ള ലംഘനത്തിൻ്റെ ഭാഗമായി നഷ്ടം വഹിച്ച് വന്ന ആൾ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ്, കിട്ടാൻ അവകാശമുണ്ടാകുന്നു ഫ്രം ദ പാർട്ടി ഹൂ ഹാസ് ബ്രോക്കൺ ദ കോൺട്രാക്ട്, ഏത് വ്യക്തിയാണോ ഈ കരാർ ലംഘിച്ച ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും കോമ്പൻസേഷൻ ഫോർ എനി ലോസ് ഓർ ഡാമേജ് കേസ്ഡ് ടു ഹിം ദെയർ ബൈ, ഈ ലംഘനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയുള്ള കോമ്പൻസേഷൻ ലഭിക്കാൻ അർഹതയുണ്ടാകുന്നു. അതായത് ഇപ്പോൾ രണ്ട് വ്യക്തികളുണ്ട്, അതിലൊരു വ്യക്തി എന്ത് ചെയ്തു, കരാർ ലംഘിച്ചു, എ ഉണ്ട് ബി ഉണ്ട്. അപ്പോൾ എ കരാർ ലംഘിച്ചു, അതിൻ്റെ ഭാഗമായി ബിക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ബിക്കൊരു അവകാശമുണ്ട്, എന്താണ്, എയുടെ കയ്യിൽ നിന്നും വന്നിരിക്കുന്ന തുക തിരിച്ച് പിടിക്കാനെ കൊണ്ട്. ഓക്കെ, വിച്ച് നാച്ചുറലി എറോസ് ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം സച്ച് ബ്രീച്ച്. അപ്പം ഈ നഷ്ടം എങ്ങനെയുള്ളതായിരിക്കണം? സ്വാഭാവികമായും ഈ കരാർ ലംഘിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന നഷ്ടമായിരിക്കണം, സ്വാഭാവികമായി ഉണ്ടാകുന്ന നഷ്ടമായിരിക്കണം. ഈ കരാർ ലംഘിക്കപ്പെട്ടതുകൊണ്ട് ആ വ്യക്തിക്കുണ്ടായിരിക്കുന്ന നഷ്ടമായിരിക്കണം. വിച്ച് ദ പാർട്ടി ന്യൂ when they made to the contract to be likely to result from such a breach of it. അല്ലെങ്കിൽ ഈ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ പറയണം, ഇങ്ങനെ കരാറൊക്കെ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഇത്രയും രൂപയൊക്കെ കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കരാർ ലംഘിച്ച വ്യക്തി അതിൻ്റെ ഭാഗമായി നഷ്ടമുണ്ടാക്കി വരുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന റെമഡികളെയാണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം എത്ര തരത്തിലുള്ള റെമഡികളാണ് ഉണ്ടാവുന്നത്? പ്രധാനമായും 5 തരത്തിലുള്ളതാണ്. ഒന്ന് റിസഷൻ ഓഫ് കോൺട്രാക്ട്, 2 സ്യൂട്ട് ഫോർ ഡാമേജസ്, 3 സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, 4 സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ, 5 സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി നോക്കാം. റിസഷൻ ഓഫ് കോൺട്രാക്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 39, സെക്ഷൻ 39 പ്രകാരം when a party to a contract refuse to perform or disable him from performing his promise in its entirely, the promise may be put to an end to the contract. ദിസ് ഈസ് കാൾഡ് റൈറ്റ് ഓഫ് റിസഷൻ. അതായത് കരാറിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അയാളുടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നറിയിക്കുകയാണെങ്കിൽ മറ്റേ വ്യക്തിക്കും എന്ത് ചെയ്യാം, കരാർ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പോകാം. ദാറ്റ് ഈസ് നോൺ ആസ് റിസഷൻ ഓഫ് കോൺട്രാക്ട്. ഇറ്റ് മീൻസ് സെറ്റിംഗ് എസൈഡ് ഓഫ് ദ കോൺട്രാക്ട്. അതായത് കരാർ വേണ്ട എന്ന് വെക്കുന്നതിനാണ് റിസഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ അഗ്രീഡ് പാർട്ടി ഈസ് ഡിസ്ചാർജ് ഫ്രം ആൾ ഒബ്ലിഗേഷൻ അണ്ടർ ദ കോൺട്രാക്ട്. ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് എല്ലാ ബാധ്യതകളിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യും, ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. സെക്ഷൻ 75 ഓൾസോ കൺഫർ അപ്പോൺ ദ പേഴ്സൺ റൈറ്റ്ഫുള്ളി റിസൈനിങ് ദ കോൺട്രാക്ട് ടു മേക്ക് എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ ഓഫ് എനി ലോസ് ഓർ ഡാമേജ് ത്രൂ ദ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കോൺട്രാക്ട്. അതേപോലെ തന്നെ ഈ കരാർ ലംഘിച്ച വ്യക്തി എന്ത് ചെയ്യണം, മറ്റേ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷനുകൾ കൊടുക്കാനെ കൊണ്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അതായത് സംഭവം ഇത്രയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു വീട് വെച്ച് തരാമെന്ന്. പക്ഷേ സമയമായിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, വീട് വെച്ച് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കരാർ നിർത്തിയിട്ട് എന്ത് ചെയ്യാം, പോകാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, നൽകേണ്ടതായിട്ട് വരും. അതാണ് റിസഷൻ ഓഫ് കോൺട്രാക്ട്. ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാനെ കൊണ്ട് ശ്രമിക്കണം കേട്ടോ. സ്യൂട്ട് ഫോർ ഡാമേജസ്. എന്താണ് ഡാമേജസ് നോക്കാം. ഡാമേജസ് ആർ മോണിറ്ററി കോമ്പൻസേഷൻ അലൗഡ് ഫോർ ലോസ് സഫേർഡ് ബൈ പാർട്ടി ഡ്യൂ ടു ദ ബ്രീച്ച് ഓഫ് ദ കോൺട്രാക്ട്. കരാറ് ലംഘിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനെ കൊണ്ടുള്ള പണപരമായ കോമ്പൻസേഷനെയാണ് ഡാമേജസ് എന്ന് പറയുന്നത്. The object of the court in awarding damage for breach is the aggrieved party may be put in the financial position which could have excited had there been no breach of contract. അതായത് കരാർ ലംഘിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ബെനിഫിറ്റാണോ കിട്ടുന്നത് ആ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് മോണിറ്ററി കോമ്പൻസേഷനായിട്ട് ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഡാമേജസ് എന്ന് പറഞ്ഞൊരു മോണിറ്ററി കോമ്പൻസേഷൻ എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. According to section 73 of ICA, the aggrieved party may claim the damages as follows. താഴെ പറഞ്ഞ ഡാമേജസുകൾ അവർക്ക് ക്ലെയിം ചെയ്യാം. ഒന്ന് ഓർഡിനറി ഡാമേജ്, 2 സ്പെഷ്യൽ ഡാമേജ്, അടുത്ത കോമ്പൻസേഷൻ ഈസ് നോട്ട് ബീങ് ഗിവൻ ഫോർ എനി റിമോട്ട് ഓർ ഇൻഡയറക്റ്റ് ലോസ് ഓർ ഡാമേജസ് സസ്റ്റൈൻഡ് ബൈ റീസൺ ഓഫ് ബ്രീച്ച്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ
ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡയറക്റ്റ് മാനറിലുള്ള നഷ്ടങ്ങളാണ്, കരാർ ലംഘിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട്, അതായത് നാച്ചുറലി ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഡാമേജസ് കൊടുത്തിട്ട് തീർക്കുകയുള്ളൂ. ഇൻഡയറക്റ്റ് ലോസുകളൊന്നും എന്ത് ചെയ്യത്തില്ല, അതിന് ഡാമേജസ് കൊടുത്തിട്ട് തീർക്കുകയില്ല. അതേപോലെ തന്നെ ദ കോമ്പൻസേഷൻ ഫോർ ഡാമേജസ് അറൈസിംഗ് ഫ്രം ദ ബ്രീച്ച് ഓഫ് കോസി കോൺട്രാക്ട് ഷാൾ ബി സെയിം ഇൻ ദ അതർ കോൺട്രാക്ട്. കോസി കോൺട്രാക്റ്റ് ആണെങ്കിലും ഈ സെയിം പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. ആർക്കാണോ നഷ്ടം സംഭവിച്ചേക്കുന്ന ആ നഷ്ടം സംഭവിച്ചേക്കുന്ന വ്യക്തിക്ക്, നഷ്ടം ഉണ്ടാക്കി കൊടുത്തേക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം, ഡാമേജസുകൾ നൽകണം. അപ്പോൾ നമുക്ക് നോക്കാം ഓർഡിനറി ഡാമേജസിനെ പറ്റി. പലതരത്തിലുള്ള ഡാമേജസുകളുണ്ട്, അതിനകത്തൊന്ന് ഓർഡിനറി ഡാമേജസ്. These are those which naturally arose in the ordinary course of the things from such breach. അതായത് ഒരു കരാറുകളുടെ ഭാഗമായി സ്വാഭാവികമായും ഉണ്ടായേക്കുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഡാമേജാണ്. The measure of ordinary damages is difference between the contract price and market price on the date of the breach. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഡിനറി ഡാമേജസിൻ്റെ ഓർഡിനറി ഡാമേജസ് കണക്കാക്കുന്നത് കോൺട്രാക്ട് പ്രൈസും അതേപോലെ തന്നെ കരാർ ലംഘിക്കപ്പെട്ടതിൻ്റെ അന്നത്തെ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തായിട്ട് കൊടുക്കുക, ഓർഡിനറി ഡാമേജസ് ആയിട്ട് കൊടുക്കുക. അടുത്താണ് സ്പെഷ്യൽ ഡാമേജസ്. എന്താണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് നമുക്ക് നോക്കാം. Damages other than those arising directly from the breach and which the parties knew when they made the contract to be likely to result from such a breach. അതായത് ഈ ഡയറക്റ്റ്ലി ഉണ്ടായിരിക്കുന്ന ബ്രീച്ച് അല്ലാതെ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇവർക്ക് നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടം വരുമെന്നുള്ള കാര്യം അറിയാം. ആ നഷ്ടങ്ങൾ വരികയാണെങ്കിൽ കോമ്പൻസേഷൻ നൽകണമെന്ന് എന്ത് ചെയ്യും, പറയും. അത്തരത്തിലുള്ള ഡാമേജസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, സാറേ കറക്റ്റ് സമയത്തിന് വീട് വെച്ച് തരണേ, ഞങ്ങളുടെ കല്യാണം ആവുകയാണേ, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ വീട് സമയത്തിന് വെച്ച് തന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തു, കല്യാണമാണ്, അപ്പം വീട് വെച്ച് തരണം നമുക്ക്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളെ അക്കോമഡേറ്റ് അപ്പം കരാറിനകത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ സമയത്തിന് വീട് വെച്ച് തന്നിട്ടില്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ കോമ്പൻസേഷനായിട്ട് തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്താണ് എക്സംപ്ലറി ഡാമേജസ്, ആൾസോ കാൾഡ് പുനിക്റ്റീവ് ഓർ വിൻഡക്റ്റീവ് ഡാമേജസ്. ഓക്കെ, ഇതിനെ പറഞ്ഞ പേരാണ് പുനിക്റ്റീവ് അല്ലെങ്കിൽ വിൻഡക്റ്റീവ് ഡാമേജസ്. ആർ നോട്ട് പ്രൊപ്പോർഷനേറ്റഡ് ടു ദ ആക്ച്വൽ പെക്യുനറി ലോസ് സസ്റ്റൈൻഡ് ബൈ അഗ്രീഡ് പാർട്ടി ബട്ട് ആർ ഇൻഫ്ലിക്റ്റഡ് ബൈ വേ ഓഫ് പണിഷ്മെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റിൻ്റെ രീതിയിൽ കൊടുക്കുന്ന ഡാമേജാണ് എക്സംപ്ലറി ഡാമേജസ് അല്ലെങ്കിൽ പുനിക്റ്റീവ് അല്ലെങ്കിൽ വിൻഡക്റ്റീവ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിനല്ല, അല്ലാതെ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾക്കാണ്, മാനസികമായിട്ട് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾക്കാണ് ഇവിടെ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക. Nominal damages. These are awarded in case of breach of contract where there is a technical violation of the legal rights but no substantial loss is caused thereby. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ് എന്താ മക്കളെ, നോമിനൽ ഡാമേജസ്. അടുത്താണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാലിറ്റി. എന്താണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാലിറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം. Sometimes contracting parties at the time of formation of contract mutually agree to stipulate or specify sum which will become payable by the party guilty of breach. അതായത് കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ പറയും, ഈ കരാർ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം രൂപ ഞങ്ങൾക്ക് തരേണ്ടി വരുമേ എന്ന്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഡാമേജസുകളെയാണ് ലിക്വിഡേറ്റ് അല്ലെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജ് അഥവാ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇഫ് ദ സ്പെസിഫൈഡ് സം റെപ്രസെൻറ്റ്സ് എ ഫെയർ ആൻഡ് ജെന്യൂൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ഡാമേജസ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഡ്യൂ ടു ദ ബ്രീച്ച് ദെൻ ഇറ്റ് ഈസ് കാൾഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. അതായത് ഡാമേജസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം രൂപ നഷ്ടം വരും, കരാറുകൾ ബ്രീച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം രൂപ നഷ്ടം വരും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് എന്താ, ലിക്വിഡേറ്റഡ് damages. On other hand, if the fixed sum is disproportionate to the damages likely to occur, the sum is deemed as penalty. ഓക്കെ, അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ളൊരു സമ്മ് നമ്മൾ ആ നഷ്ടങ്ങൾക്ക് ആനുപാതികമല്ലാതൊരു ഫിക്സഡ് ആയിട്ടുള്ള സമ്മാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, പെനാലിറ്റി എന്ന് പറയും. ഇനി അടുത്ത നോക്കാം. Suit for specific performance. In certain cases where the damages may not be considered as adequate,
ചില സാഹചര്യങ്ങളിൽ ഡാമേജസ് ഒരു ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാവത്തില്ല. ഓക്കെ, അത് കുറച്ച് പൈസ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് അതൊരു ന്യായമായ ഒരു അവസ്ഥയിലാവത്തില്ല. ആൻഡ് അഗ്രീഡ് പാർട്ടി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മോണിറ്ററി കോമ്പൻസേഷൻ. അഗ്രീഡ് പാർട്ടിക്ക് എന്താണ് പണപരമായിട്ടുള്ള കോമ്പൻസേഷൻ വേണമെന്നുമില്ല. ദ കോർട്ട് മേ ഡയറക്ട് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ക്യാരി ഔട്ട് ദ പ്രോമിസ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. ദിസ് ഈസ് നോൺ ആസ് സ്പെസിഫിക് പെർഫോമൻസ്. അപ്പോൾ ഈ നഷ്ടം വന്ന വ്യക്തിക്ക് നഷ്ടം വരുത്തിയ വ്യക്തി എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കോടതി പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ ഇപ്പം പറയുകയാണ്, ഇപ്പം ഞാൻ റോഡ് പണിയാമെന്ന് പറഞ്ഞു, റോഡ് പണിഞ്ഞു, കുളമായി. ഓക്കെ, അത് നിങ്ങൾ കൊണ്ട് ചെന്ന് കേസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കോടതി എന്നോട് പറയും നിങ്ങൾ എന്ത് ചെയ്യാനെ കൊണ്ട് വീണ്ടും ഒന്നേന്ന് റോഡ് പണിഞ്ഞു കൊടുക്കാനെ കൊണ്ട് പറയും. ആണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അടുത്തതാണ് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ. ഈ സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിയുകയാണെങ്കിൽ നമ്മൾ സ്റ്റേ എന്നൊക്കെ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ സംഭവമാണ്. വേർ ദ പാർട്ടി ഈസ് ഇൻ എ ബ്രീച്ച് ഓഫ് എ നെഗറ്റീവ് ടേം ഓഫ് കോൺട്രാക്ട്, ദ കോർട്ട് മേ by an issuing an order to prohibit him from doing so. Such an order issued by the court is called injunction. അതായത് നമുക്ക് നെഗറ്റീവായിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഒരു സ്റ്റേ ഓർഡർ എന്ത് ചെയ്യും? വാങ്ങിക്കും. ഓക്കെ, അങ്ങനെയുള്ള സംഭവത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സ്യൂട്ട് അപ്പോൺ കോണ്ടംപറേറ്റ്. The type contemporary means as much as merited or as much as earned. അതായത് നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം. In other words, it means complete contract payment in proportion to the amount work done. അതായത് നമ്മൾ എത്രത്തോളം രൂപയുടെ ജോലിയാണോ ചെയ്തേക്കുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ ആയിരിക്കും നമ്മൾ കിട്ടേണ്ടത്. ജനറലി വൺ cannot claim the performance from another unless one has performed his obligation in full. അതായത് സാധാരണഗതിയിൽ ഒരാൾ ചെയ്യേണ്ടുന്ന ജോലി ചെയ്യാതെ മറ്റൊരാളോട് ജോലി ചെയ്യാനെ കൊണ്ട് പറയാൻ പാടില്ല. ബട്ട് certain cases a person who has performed some work under contract can claim remuneration for the work which he has already done. എന്നാൽ ചില സാഹചര്യങ്ങൾ എന്താണ്? ഓൾറെഡി ആൾ ചെയ്തേക്കുന്ന ജോലിക്കുള്ള കോമ്പൻസേഷൻ ചോദിക്കാം. The right to claim contemporary does not arise out of the contract as the right to damages does. It is a claim on the quasi contractual obligation. ഇതെന്താണ് മക്കളെ? ഒരു quasi contractual obligation അകത്തുള്ള ക്ലെയിം ആണ്. Which is implied by the circumstances. ഈ കോണ്ടംപറേറ്റ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഈ കോണ്ടംപറേറ്റ് ഉണ്ടാവുന്നത്. The claim for contemporary is only when the original contract is discharged. ഒറിജിനൽ ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കോണ്ടംപറേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്യേണ്ടത്? വരുന്നത്. Cases when which the claim of contemporary arise. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ കോണ്ടംപറേറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒന്നാമത്തെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. വേർ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഒരു കരാർ ലംഘനം ഉണ്ടാകുകയാണെങ്കിൽ ദ ഇഞ്ചർഡ് പാർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം റീസണബിൾ കോമ്പൻസേഷൻ ഫോർ വാട്ട് ഹി ഹാസ് ഡൺ അണ്ടർ ദ കോൺട്രാക്ട്. അപ്പോൾ ഈ നഷ്ടം വന്ന വ്യക്തിക്ക് ഓൾറെഡി അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനെ കൊണ്ട് പറയും. When the contract is discovered to be void, എന്നാൽ ഈ കോൺട്രാക്ട് വോയിഡ് ആണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, വേർ ആൻ എഗ്രിമെൻറ്റ് ഈസ് ഡിസ്കവേർഡ് ടു ബി വോയിഡ് ഓർ വെൻ കോൺട്രാക്ട് ബിക്കം വോയിഡ്, എനി പേഴ്സൺ ഹു ഹാസ് റിസീവ്ഡ് എനി അഡ്വാൻറ്റേജസ് അണ്ടർ സച്ച് എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്ട് ഈസ് ബൗണ്ട് ടു റീസ്റ്റോർ ഇറ്റ്. ഒരു വോയിഡായിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ അത് വോയിഡാവാൻ സാധ്യതയുള്ള കോൺട്രാക്റ്റ് ആണെന്ന് കാണുകയാണെങ്കിൽ ആരെങ്കിലും ഇതിനകത്തുനിന്ന് തുക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുത്തോണം. ഓർ ടു മേക്ക് കോമ്പൻസേഷൻ ഫോർ ഇറ്റ്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ത് ചെയ്യണം? നൽകണം. അടുത്തത് വേർ സംതിങ് ഹാസ് ഡൺ നോൺ ഗ്രാറ്റ്യൂഷ്യസ്ലി. നോൺ ഗ്രാറ്റ്യൂഷ്യസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വമേധയ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. വേർ എ വർക്ക് ഈസ് ഡൺ ഓർ ഗുഡ്സ് ഡെലിവേർഡ് ബൈ എ പേഴ്സൺ വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റ്യൂഷ്യസ്ലി. അതായത് ഞങ്ങൾ ഇഷ്ടദാനമായിട്ടല്ല, അല്ലാതെ എന്തെങ്കിലും പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയോ സാധനങ്ങൾ ഡെലിവറി ചെയ്യുകയോ ചെയ്തിരിക്കട്ടെ. ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് സെയിം ഈസ് എൻജോയ്ഡ് ബൈ ദ അതർ പാർട്ടി. അതിൻ്റെ ഒരു ബെനിഫിറ്റ് മറ്റൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ ലേറ്റർ ഈസ് ബൗണ്ട് ടു മേക്ക് എ കോമ്പൻസേഷൻ ടു ഫോർമർ ഇൻ റെസ്പെക്ട് ഓഫ് ഓർ റീസ്റ്റോർ ദ തിങ്സ് സോ ഡൺ സോ ഡെലിവേർഡ്. അപ്പോൾ എന്താണ്? ഈ ബെനിഫിറ്റ് സ്വീകരിച്ച വ്യക്തി എന്തെങ്കിലും തുകകൾ ആർക്ക് കൊടുക്കണം? ബെനിഫിറ്റ് നൽകിയ വ്യക്തിക്ക് കൊടുക്കേണ്ടുന്നതാകുന്നു. അടുത്തത് വേർ ദ കോൺട്രാക്ട് ഈസ് ഡിവിസിബിൾ. കരാറുകൾ ഡിവിസിബിൾ ആണ് എങ്കിൽ, where contract is divisible and the party to contract has done a part of his obligation, he may suit on contemporary. അതായത് എത്രത്തോളമാണ് ചെയ്തേക്കുന്നത്, എത്രത്തോളം ഒരു സ്റ്റേജ് വൈസ് കംപ്ലീഷൻ ആണ് എങ്കിൽ, ഓക്കെ, അതാണ് ഈ ഡിവിസിബിൾ എന്ന് പറയുന്നത്.
അപ്പോൾ അയാൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അത്രത്തോളം രൂപയുടെ സംഭവങ്ങൾ എന്ത് ചെയ്താൽ മതി, റീഫണ്ടായിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് നൽകിയാൽ മതി. This rule applies even though the party claiming on quantum merit is himself guilty of breach of contract. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ഒരു 4-5 തവണ കേൾക്കുക, ടേംസുകളെല്ലാം ഫെമിലിയർ ആവുക, എന്നിട്ട് ടെക്സ്റ്റ് വായിക്കുക, വീണ്ടും കേൾക്കുക, എന്നിട്ട് ഒന്ന് എഴുതുക. ഓക്കെ, എഴുതി പഠിച്ചേക്കുക. Then you got the mark. Thank you.